നിങ്ങളൊരു പഴയ കമ്പനി വാങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ബോധവാനാവണം. ഇവിടെ ഖത്തറിൽ കമ്പനി വാങ്ങുമ്പോൾ അതിൻ്റെ ഷെയർ ട്രാൻസ്ഫർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു 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 പ്രിലിമിനറി സ്റ്റേജിൽ നിലക്ക് നമ്മൾ ദരീബ NOC, മിനിസ്റ്റർ ഓഫ് ലേബറിൽ നിന്നും MOCയിൽ നിന്നൊക്കെ ക്ലിയറൻസ് എടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കമ്പനി വാങ്ങുമ്പോൾ ആ ഒരു ഭാഗം മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. മുന്നേയുള്ള ഈ കമ്പനി ഏതൊക്കെ കോൺട്രാക്റ്റുകളിൽ സെക്യൂരിറ്റി ചെക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ക്ലിയർ ചെയ്യണം. അതുപോലെ തന്നെ നിലവിലുള്ള ലേബേഴ്സിന് അല്ലെങ്കിൽ എംപ്ലോയീസിനും അവർക്ക് എന്തെങ്കിലും സാലറി പെൻഡിങ് ഉണ്ടോ, അവരുടെ അതുവരെയുള്ള എൻഡ് ഓഫ് സർവീസ്, ലീവ് സാലറി, ഇതിനൊക്കെ ആരാണ് റെസ്പോൺസിബിൾ എന്നൊക്കെ നിങ്ങൾ കൃത്യമായ ധാരണയിൽ എത്തിയിരിക്കണം. നിങ്ങളൊരു കമ്പനി വാങ്ങുമ്പോൾ ആ കമ്പനിയുടെ ലയബിലിറ്റീസും കൂടിയാണ് നിങ്ങൾ വാങ്ങുക. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻപേ ഉള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾ ബാധ്യതയാവും. എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു കമ്പനി വാങ്ങുകയുണ്ടായി. ഒരു വലിയ കമ്പനിയാണ് വാങ്ങിയത്. പക്ഷെ ആ കമ്പനി മുൻകാലങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ കോൺട്രാക്ട് ഉണ്ടാക്കുകയും സെക്യൂരിറ്റി ചെക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും നിലവിൽ വാങ്ങുന്ന ആളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ അയാൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയോ ചെയ്തിട്ടില്ല. അവസാനം ഈ കമ്പനി വാങ്ങിയിട്ട് ആ ആളുകളെല്ലാം അവർ സെക്യൂരിറ്റി ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ നിലവിൽ കമ്പനി വാങ്ങിയ ആൾക്ക് വലിയൊരു ബാധ്യതയായി മാറി. ആ ആൾക്ക് ഖത്തറിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്ത വിധം അദ്ദേഹത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു പഴയ കമ്പനി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല എന്നതാണ് കാരണം. ഓക്കെ, ഇതുപോലെയുള്ള കമ്പനികൾ വാങ്ങാനും പിന്നെ പുതിയ കമ്പനി ഉണ്ടാക്കാനും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ലീഗൽ അഡ്വൈസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്.